ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത് ആരുടെ ജന്മവാർഷികത്തിലാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മീരാബായി. രണ്ടാമത്തെ ചോദ്യം, രാജാറാം മോഹൻ റോയ് മിറാത്തുൽ അക്ബർ പ്രസിദ്ധീകരിച്ചിരുന്ന ഭാഷ? ഉത്തരം ഓപ്ഷൻ സി ആണ്, പേർഷ്യൻ. അടുത്ത ചോദ്യം, കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുള്ളത് ആരോടാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ലോകസഭയോട്. നാലാമത്തെ ചോദ്യം, തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം നെൽവയലിൻ്റെ നിർവചനം വകുപ്പ് 2.12 ഇനി തണ്ണീർത്തടത്തിൻ്റെ നിർവചനം വകുപ്പ് 2.18. അപ്പോൾ ഈ പ്രസ്താവനകളിൽ ശരിയാണ് തെറ്റേതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്. തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം നെൽവയലിൻ്റെ നിർവചനം വകുപ്പ് 2.12 നെൽവയലിൻ്റെ നിർവചനം. ഇനി തണ്ണീർത്തടത്തിൻ്റെ നിർവചനം പറയുന്നത് വകുപ്പ് 2.18. ഇനി അഞ്ചാമത്തെ ചോദ്യം, 2024 UN വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 126. ആറാമത്തെ ചോദ്യം, തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ എത്ര വകുപ്പുകളുണ്ട്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 30. ഏഴാമത്തെ ചോദ്യം, ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സി കേശവൻ. എട്ടാമത്തെ ചോദ്യം, സ്വകാര്യതയ്ക്കുള്ള അവകാശം ഏത് അനുച്ഛേദവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അനുച്ഛേദം 21. ഇനി 9, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതാര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രാഷ്ട്രപതി. പത്താമത്തെ ചോദ്യം, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ാം പഞ്ചവത്സര പദ്ധതി. 11, മനുഷ്യ ശരീരത്തിൽ എത്ര തരം പേശികളുണ്ട്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 3. 12, കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ONV കുറുപ്പ്. 13, സിരിഷ ബാംദല ബഹിരാകാശ സഞ്ചാരം നടത്തുന്ന എത്രാമത്തെ ഇന്ത്യൻ വനിതയാണെന്നാണ് ഇന്ത്യൻ വംശജയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 3ാമത്തെ. ഇനി 14, പൗരസമത്വ പ്രക്ഷോഭം നടന്ന വർഷം? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1919. 15ാമത്തെ ചോദ്യം, കേരളത്തിലെ നദികളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 44. ഇനി 16ാമത്തെ ചോദ്യം, വാല സമുദായ പരിഷ്കരണി സഭയ്ക്ക് നേതൃത്വം നൽകിയത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പണ്ഡിറ്റ് കറുപ്പൻ. ഇനി 17, ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ചട്ടമ്പി സ്വാമികൾ. 18ാമത്തെ ചോദ്യം, സിഡ്ബിയുടെ ആസ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി ആണ്, ലക്നൗ. ഇനി 19, അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ചട്ടമ്പി സ്വാമി. 20ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സമത്വ സമാജം. അപ്പോൾ സമത്വ സമാജമാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി കണക്കാക്കുന്നത്.